ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ കോണുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഫുട്ബോളിലെ അക്കാദമി ടാലൻസിനെ കണ്ടെത്തിയെടുത്ത് അവരെ മികച്ച പ്രൊഫഷണൽസ് ആക്കി വളർത്തിയെടുക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ടൂർണമെന്റുകളിൽ ഒന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന അണ്ടർ-18 എലൈറ്റ് ലീഗ്. ഈ ഒരു ലീഗിലേക്ക് നേരത്തെ എലൈറ്റ് ലീഗിൽ നമ്മളുടെ ടീം ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ എലൈറ്റ് പ്രോഗ്രാമിലൂടെ വളർന്നു വന്നവരായിരുന്നു രാഹുൽ കെ പിയും നമ്മുടെ ജീക്സൺ സിംഗ് തനോജും. അങ്ങനെ ഒരുപാട് താരങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. പിന്നീട് ഇന്ത്യൻ ആരോസ് പ്രോജക്റ്റ് ഉപേക്ഷിച്ച് ഈ ഒരു സെറ്റപ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു എലൈറ്റ് ലീഗ് വളരെ നിർണായകമായിട്ടുള്ള ഒരു സാന്നിധ്യം തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ. അക്കാദമി ടാലൻസ് ഒരു പ്രൊഫഷണൽ ടാലൻ്റായി വളർന്നു വരുന്നത് ഈ ഒരു എലൈറ്റ് ലീഗിൽ കൂടിയാണ്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ലീഗിനേക്ക് തങ്ങളുടെ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. നാളെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. ഗ്രൂപ്പ് ഇയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെട്ടിരിക്കുന്നത്. രോഹൻ ഷാ ആണ് ടീമിനെ നയിക്കുന്നത്. പരിശീലകനായിട്ടുള്ള ഷാ ആയിരിക്കും ടീമിനെ നയിക്കുന്നത്. 24-അംഗ ടീമിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഇയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ വരുന്ന ടീമുകൾ ഗോകുലം കേരള FC, ബംഗളൂരു FC, കിക്ക് സ്റ്റാർട്ട് FC, ആൽക്കമി ഇന്റർനാഷണൽ FA, പിന്നീട് സൗത്ത് യുണൈറ്റഡ് FC, AC മിലാൻ അക്കാദമി കേരള, മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി തുടങ്ങിയ ടീമുകളാണ് ഗ്രൂപ്പ് എയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പം പ്രാദേശികാടിസ്ഥാനത്തിൽ തന്നെ ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷനിലൂടെ തമ്മിൽ പോരടിച്ച് തങ്ങളുടെ പ്രതിഭയുടെ മാറ്റുരച്ച് തെളിയിച്ച് ഏറ്റവും മികച്ച ഷൈനിങ് സ്റ്റാർസ് ആയിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അക്കാദമി ഏതാണ് എന്ന് തെളിയിക്കുന്ന ഒരു ടൂർണമെന്റാണിത്. ഈ ഒരു ടൂർണമെന്റിൽ പല വമ്പൻ ക്ലബ്ബുകളും കണ്ണുവെച്ചിരിക്കുകയാണ് എന്നുള്ളത് വേറെ കാര്യം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളർന്നു വരുന്ന പ്രോജക്ട്സിനെ കണ്ടെത്താൻ ഈ ഒരു ടൂർണമെന്റിലേക്ക് കണ്ണു നട്ട് നോക്കിയിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു എലൈറ്റ് ലീഗിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം നാളെ മലപ്പുറത്ത് വെച്ച് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിക്കെതിരെയാണ്. അപ്പം ഇതാണ് പറയാൻ വന്നത്. രോഹൻ ഷാ ആയിരിക്കും ടീമിനെ നയിക്കുന്നത്. 24-അംഗ ടീമിനെ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സീനിയർ ടീമിന്റെ മത്സരങ്ങളെക്കുറിച്ച് നമുക്ക് കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോൾ കിട്ടുന്നില്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അത് ഇത്തിരി കോൺട്രവേഴ്സൽ ആകും എന്നുള്ള ഉറപ്പാണ്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എലൈറ്റ് ലീഗിന് വേണ്ടിയിട്ടുള്ള ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടീമിന്റെ വിവരങ്ങൾ, പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞാൽ വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കും പ്ലേയേഴ്സിനെ അറിയാൻ സാധ്യതയില്ല. പക്ഷെ അറിയുന്ന 1-2 പേരുകളുണ്ട്. വേണമെങ്കിൽ അത് ഉൾപ്പെടുത്തി പിന്നെ ചെയ്യാം. അതിന്റെ ആവശ്യം വരുന്നില്ലെന്നാണ് തോന്നുന്നത്.